ഓണം വരുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആഘോഷമാണ്. പക്ഷേ ഒരു വലിയ വിഭാഗം കുടുംബങ്ങൾക്ക് ഓണം എന്നത് ആഘോഷം മാത്രമല്ല. വീട്ടിലെ അടുക്കളയിൽ സാധനങ്ങൾ നിറയുമോ, അരിക്കും പല വ്യഞ്ജനങ്ങൾക്കും വില എത്രയായിരിക്കും, കുട്ടികൾക്ക് ഓണക്കോടി വാങ്ങാൻ കഴിയുമോ, ഒരു സാധാരണ സദ്യ തയ്യാറാക്കാൻ എത്ര രൂപ വേണം, ഇതെല്ലാം കണക്ക് കൂട്ടേണ്ടി വരുന്ന കുടുംബങ്ങൾ അനവധിയാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളെ മുന്നിൽ കണ്ടാണ് കേരള സർക്കാർ ഈ വർഷവും ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കിറ്റിനെക്കുറിച്ച് അറിയേണ്ടത് ഒരു കാര്യം മാത്രമല്ല, ആർക്കാണ് കിട്ടുന്നത്, എന്തൊക്കെയാണ് കിട്ടുന്നത്, എത്ര രൂപയുടെ സാധനങ്ങളാണ് കിറ്റിലുള്ളത്, എപ്പോഴാണ് വിതരണം, അതോടൊപ്പം സാധാരണ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്. അതിലും പ്രധാനമായി പ്രഖ്യാപനത്തിനപ്പുറം ഈ സംവിധാനം സാധാരണക്കാരന് എത്രത്തോളം പ്രയോജനപ്പെടും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. 2026 ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ 6,09,305 സൗജന്യ ഓണക്കിറ്റുകളാണ് അനുവദിച്ചിരുന്നത്. ഈ കിറ്റുകൾ പ്രധാനമായും AAY അഥവാ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ലഭിക്കുക. ഒരു കിറ്റിന് ഏകദേശം 854 രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. കിറ്റുകളുടെ വിതരണത്തിനായി സർക്കാർ 53 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതായത് ഇത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു പൊതുവായ ഓണക്കിറ്റല്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും എന്ന ധാരണ ശരിയല്ല. AAY വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞക്കാർഡ് ഉടമകൾക്കാണ് അവരാണ് പ്രധാന ഗുണഭോക്താക്കൾ. ഇവരിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ് ഇതിൽ ഉൾപ്പെടുക. അതുകൊണ്ട് തന്നെ ഒരു ഓണക്കിറ്റ് എന്നത് ഇവർക്ക് വെറും ഒരു ഉത്സവ സമ്മാനം എന്നതിലുപരി ഒരു മാസത്തെ വീട്ടുചെലവിൽ ചെറിയൊരു ആശ്വാസം കൂടിയാണ്. ഇനി കിറ്റിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വർഷത്തെ കിറ്റിൽ 16 ഇനം സാധനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം തൂവരപ്പരിപ്പ്, 250 ഗ്രാം ചെറുപയർ പരിപ്പ്, 250 ഗ്രാം വൻപയർ, 500 ഗ്രാം കടല, 100 മില്ലി നെയ്യ്, പായസവുമായി ബന്ധപ്പെട്ട 2 ഉൽപ്പന്നങ്ങൾ, 250 ഗ്രാം ചായപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1 കിലോ ഉപ്പ്, ഇവയെല്ലാം ഉൾപ്പെടുത്തി ഒരു തുണിസഞ്ചിയിലാണ് കിറ്റ് നൽകുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിന് 854 രൂപയുടെ സാധനങ്ങൾ ലഭിക്കുന്നു എന്നത് കണക്കിൽ ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ഭക്ഷ്യവില ഉയരുന്ന സാഹചര്യത്തിൽ അത് ഒരു ചെറിയ കാര്യമല്ല. പഞ്ചസാര, എണ്ണ, പരിപ്പ്, നെയ്യ്, മസാലകൾ തുടങ്ങിയ സാധനങ്ങൾ ഒരു കുടുംബത്തിൻ്റെ അടുക്കള ചെലവിൽ സ്ഥിരമായി വരുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ കിറ്റിന് യഥാർത്ഥ സാമ്പത്തികമായിട്ട് ഒരു മൂല്യമുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ഒരു ചോദ്യം ഉയരുന്നത്, കിറ്റ് ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്? ഇവിടെയാണ് പലരും ആശയക്കുഴപ്പത്തിലാകുന്നത്. AAY മഞ്ഞക്കാർഡ് ഉള്ള കുടുംബങ്ങൾക്കാണ് കിറ്റ് ലഭിക്കുക. ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഇത് ലഭിക്കും. എന്നാൽ നീല, വെള്ള, പിങ്ക് കാർഡുള്ള എല്ലാവർക്കും ഇതേ സൗജന്യ കിറ്റ് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് സ്വന്തം റേഷൻ കാർഡ് ഏത് വിഭാഗത്തിലാണ് അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രധാന പ്രഖ്യാപനം. ഓണക്കാലത്ത് അരിയുടെ വില ഉയരാതിരിക്കാൻ സർക്കാർ വലിയ തോതിൽ അരിയും ഗോതമ്പും വിപണിയിൽ എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ ലഭ്യമാക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇത് എന്തിനാണ്? കാരണം ഓണം അടുക്കുമ്പോൾ ആവശ്യകത കൂടുമ്പോൾ വില ഉയരാനുള്ള സാധ്യതയും കൂടും. അരി, പഞ്ചസാര, എണ്ണ, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ സാധനങ്ങൾക്ക് ഉത്സവകാലത്ത് സ്വാഭാവികമായും ഡിമാൻഡ് വർദ്ധിക്കും. അതിനൊപ്പം വിപണിയിൽ ലഭ്യത കുറയുകയാണെങ്കിൽ വില വീണ്ടും കയറും. അത് തടയാൻ സർക്കാർ വിപണിയിൽ ഇടപെടുകയാണ്. ഇതിൻ്റെ ഭാഗമായി നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേക നിരക്കിൽ അരിയും ഗോതമ്പും നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീല കാർഡുകാർക്ക് 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലുമാണ് ലഭ്യമാക്കാനാണ് തീരുമാനം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു പ്രധാന വ്യത്യാസമാണ്. മഞ്ഞക്കാർഡുകാർക്ക് സൗജന്യ ഓണക്കിറ്റ്, നീലക്കാർഡുകാർക്ക് പ്രത്യേക നിരക്കിൽ ഭക്ഷ്യസാധനങ്ങൾ. അതായത് ഓണക്കാലത്തെ ഭക്ഷ്യസുരക്ഷാ ഇടപെടൽ ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. എന്നാൽ ഇതെല്ലാം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം കാര്യം തീരുന്നില്ല. സാധനങ്ങൾ യഥാർത്ഥത്തിൽ ലഭ്യമാകണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു കുടുംബത്തിന് സർക്കാർ 854 രൂപയുടെ കിറ്റ് അനുവദിച്ചു എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ ആ കിറ്റ് സമയത്ത് റേഷൻ കടയിൽ എത്തുന്നുണ്ടോ? ഗുണനിലവാരമുള്ള സാധനങ്ങളാണോ ലഭിക്കുന്നത്? വിതരണത്തിന് ആവശ്യമായ താമസമുണ്ടാകുന്നുണ്ടോ? അർഹരായ ഒരാൾക്ക് രേഖകളുടെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഇവയെല്ലാം പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ക്ഷേമ പദ്ധതികളുടെ യഥാർത്ഥ വിജയം സർക്കാർ ഉത്തരവിലല്ല, അത് ഗുണഭോക്താവിൻ്റെ വീട്ടിലെത്തുമ്പോഴാണ്. ഒരു സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കുന്നതും അത് കൃത്യമായി നടപ്പിലാക്കുന്നതും 2 തരം കാര്യങ്ങളാണ്. പ്രഖ്യാപനം പേപ്പറിലുണ്ടാകും, ഫണ്ട് അനുവദിച്ചതായി പേപ്പറിലുണ്ടാകും, വിതരണത്തിൻ്റെ തീയതിയും അതിൽ തന്നെ പ്രഖ്യാപിക്കും. പക്ഷേ അവസാന ഘട്ടം സാധനം കിട്ടാതെ പോയാൽ ആ കുടുംബത്തിന് ഈ കണക്കുകൾ കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികളെ വിലയിരുത്തുമ്പോൾ കണക്കുകൾ മാത്രം നോക്കരുത്, നടപ്പാക്കുന്നതും നോക്കണം. ഇവിടെ സർക്കാരിൻ്റെ മറ്റൊരു ഇടപെടലും ശ്രദ്ധേയമാണ്. ഓണക്കാലത്ത് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഓണം ഫെയറുകളും വിപണി ഇടപെടലുകളും സംഘടിപ്പിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മെഗാ ട്രേഡ് ഫെയറുകൾ നടക്കും. 11 ജില്ലകളിൽ ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കാനാണ് പദ്ധതി. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്ന് മാത്രം: ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുക. ഇത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്.
കാരണം ഒരു കുടുംബത്തിന് കിറ്റ് കിട്ടിയാലും ബാക്കിയുള്ള സാധനങ്ങളുടെ വില അമിതമായി ഉയർന്നാൽ ആ ആനുകൂല്യത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടും. ഉദാഹരണത്തിന്, കിറ്റിൽ പഞ്ചസാരയും എണ്ണയും പരിപ്പും ലഭിച്ചു എന്ന് കരുതുക. പക്ഷേ പച്ചക്കറി, അരി, പഴം, മറ്റ് പല വ്യഞ്ജനങ്ങൾ എന്നിവയുടെ വില കുത്തനെ ഉയർന്നാൽ ഒരു സാധാരണ കുടുംബത്തിൻ്റെ ഓണച്ചെലവ് വീണ്ടും കൂടും. അതിനാൽ സൗജന്യ കിറ്റിനൊപ്പം വിപണി നിയന്ത്രണവും അത്ര തന്നെ പ്രധാനമാണ്. ഇവിടെയാണ് സർക്കാരിൻ്റെ ഇടപെടൽ യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. ഓണം എന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ്. പക്ഷേ ആഘോഷത്തിൻ്റെ സാമ്പത്തിക ഭാരം എല്ലാ കുടുംബങ്ങൾക്കും ഒരുപോലെയല്ല. ഒരു കുടുംബത്തിന് ഓണസദ്യ ഒരു ആഘോഷമായിരിക്കാം, മറ്റൊരു കുടുംബത്തിന് അത് ഒരു വലിയ ചെലവായിരിക്കാം. ഒരു കുടുംബത്തിൻ്റെ 854 രൂപയുടെ കിറ്റ് ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് അതൊരു ചെറിയ സഹായമായിരിക്കാം. മറ്റൊരു കുടുംബത്തിന് അതേ കിറ്റ് ഒരാഴ്ചത്തെ അടുക്കള ചെലവിൽ വലിയൊരു ആശ്വാസവുമായിരിക്കാം. അതിനാൽ ഇത്തരം ക്ഷേമ പദ്ധതികളെ പരിഹസിക്കുകയോ അതിൽ കടന്ന് മഹത്വവൽക്കരിക്കുകയോ ചെയ്യുന്നതിന് പകരം അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവിന് എന്ത് മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്ത് തരം വ്യത്യാസമാണ് അത്തരം പദ്ധതികൾ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം സർക്കാരിനും ഒരു ഉത്തരവാദിത്തമുണ്ട്. അർഹരായ ഒരാളും ഒഴിവാകരുത്, വിതരണത്തിൽ കാലതാമസം ഉണ്ടാകരുത്, ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുത്, റേഷൻ കടകളിൽ അനാവശ്യമായ തിരക്ക് ഉണ്ടാകാതിരിക്കണം. അർഹത സംബന്ധിച്ച പരാതികൾ അത് വേഗത്തിൽ തന്നെ പരിഹരിക്കപ്പെടണം. കാരണം ഇതൊരു സാധാരണ വ്യാപാര ഇടപാടല്ല, ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടൊപ്പം മറ്റൊരു പ്രധാന പ്രഖ്യാപനം കൂടിയുണ്ട്. 2026 100 ദിവസം പരിപാടിയുടെ ഭാഗമായി 76,338 ഓൺലൈൻ അപേക്ഷകളിൽ നിന്ന് 73,024 പുതിയ പ്രയോറിറ്റി റേഷൻ കാർഡ് ഇത്രയധികം റേഷൻ കാർഡുകൾ അനുവദിച്ചതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത് പുതിയതായി മുൻഗണനാ വിഭാഗത്തിലേക്ക് എത്തിയ കുടുംബങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പുതിയ ഗുണഭോക്താക്കൾക്ക് സൗജന്യ റേഷൻ വിതരണം ഓഗസ്റ്റ് 3 മുതൽ ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതായത് ഈ വർഷത്തെ ഓണക്കാല ഭക്ഷ്യ പദ്ധതിയിൽ 2 തലങ്ങളുണ്ട്. ഒന്ന്, നിലവിലുള്ള അർഹരായ കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ്. 2, അർഹതയുള്ള പുതിയ കുടുംബങ്ങളെ പ്രയോറിറ്റി റേഷൻ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടി. ഇത് ശരിയായി നടപ്പിലാക്കിയാൽ ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തിൽ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാകുകയും ചെയ്യും. പക്ഷേ വീണ്ടും പറയേണ്ട അതേ കാര്യമാണ്, കണക്കുകൾ പ്രഖ്യാപിക്കുന്നതിലല്ല കാര്യം. ആ കണക്കുകൾ കുടുംബങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സഹായമായി മാറുന്നുണ്ടോ എന്നതിലാണ് ചോദ്യം. 6,935 കിറ്റുകൾ, ഏകദേശം 53 കോടി. ഒരു കിറ്റിന് ഏകദേശം 884 രൂപ. 16 ഇനം സാധനങ്ങൾ, 1,65,932 മെട്രിക് ടൺ അരി, 24,506 മെട്രിക് ടൺ ഗോതമ്പ്. ഇതെല്ലാം തന്നെ വലിയ കണക്കുകളാണ്. പക്ഷേ ഒരു സാധാരണ കുടുംബത്തിൻ്റെ അടുക്കളയിൽ ഈ കണക്കുകൾ എത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥമുണ്ടാകുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ പോലും ഈ കണക്കിൻ്റെ ഒരംശം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനും സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഫലപ്രദമാകുമോ എന്നാണ് നമുക്കിനി നോക്കിയിരുന്ന് കാണേണ്ടത്. അവസാനം പറയേണ്ടത് ഇതാണ്: ഓണക്കിറ്റ് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രശ്നത്തിന് പരിഹാരമല്ല. പക്ഷേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് ഉത്സവകാലത്ത് ഭക്ഷ്യ ചെലവിൽ ലഭിക്കുന്ന ഒരു സഹായം അത് ചെറുതായി നമുക്ക് കാണാനും കഴിയില്ല. സർക്കാരിൻ്റെ ഉത്തരവാദിത്തം അത് സഹായം പ്രഖ്യാപിക്കുന്നതിൽ അവസാനിക്കുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് കൃത്യമായി അവരുടെ സഹായത്ത്, അതായത് കൃത്യമായി അർഹരായവരുടെ കൈകളിൽ കൃത്യമായ സമയത്ത് ചെല്ലണമെന്നതാണ്. അതാണ് ഒരു ക്ഷേമ പദ്ധതിയുടെ യഥാർത്ഥ വിജയം. ഈ ഓണക്കാലത്ത് 6 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ഈ കിറ്റ് യഥാർത്ഥത്തിൽ എത്രത്തോളം ആശ്വാസമാകുന്നു എന്നത് കണക്കുകളിൽ മാത്രമല്ല, ആ കുടുംബങ്ങളുടെ അടുക്കളയിലാണ് ഒരു അളവുകോലായി മാറേണ്ടത്. നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.